15,000 ലഡു ആണ് രാജീവ് ചന്ദ്രശേഖർ പിന്നെ വാങ്ങി വെച്ചിരിക്കുന്നത്. അത് ചെലവാകുമോ അതോ പകുതി വിലയ്ക്ക് കൊടുക്കേണ്ടി വരുമോ? എവിടേക്കെങ്കിലും കൊണ്ടുപോകാനും പറ്റുമോ? എന്തായാലും തീവാറുന്ന പോരാട്ടം നടന്നതിന്റെ എല്ലാം കാണുന്നുണ്ട്. ഈ റിസൾട്ടിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തുടക്കത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥ. LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ SP ദീപക് 93 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ് എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ച് അവരുടെ ആദ്യ പ്രതീക്ഷ നൽകുന്ന ഒരു ഫലസൂചന പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയുടെ കൃത്യമായ ട്രെൻഡും പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ വലിയതുറ വാർഡിൽ UDF സ്ഥാനാർത്ഥി 231 വോട്ടിന് ഈ പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം മിഷൻ വോട്ട് എണ്ണുമ്പോൾ 231 വോട്ടുകളുടെ വ്യക്തമായൊരു മേൽക്കൈ ഷിബ പാട്രിക്കിന് ലഭിക്കുകയാണ് തീരദേശ മേഖലയിൽ. എന്നാൽ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോഴത്തെ സാഹചര്യം അതായിരുന്നില്ല. പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ 4 മുനിസിപ്പാലിറ്റികളിലും പോസ്റ്റൽ വോട്ടുകളിൽ കൃത്യമായി തന്നെയുള്ള ഒരു മേൽക്കൈ LDF-നുണ്ടായിരുന്നു. ഒരിടത്ത് പോലും ലീഡ് ചെയ്യാൻ UDF-ന് ഈ പോസ്റ്റൽ വോട്ടുകളിൽ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മിഷൻ വോട്ടുകളിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ UDF-ന് പ്രതീക്ഷ നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇനിയിപ്പോൾ BJP-യുടെ പ്രതീക്ഷയാണ്. അവരുടെ സ്ഥലങ്ങളിലേക്ക് വോട്ടെണ്ണൽ തുടങ്ങുകയാണ്. എന്തായാലും നിലവിലത്തെ അവസ്ഥയിൽ ഒരു ശക്തമായ പോരാട്ടം ഉണ്ടാകും. അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. പാലാ മുനിസിപ്പാലിറ്റിയിൽ രണ്ടിടത്ത് LDF-ന്റെ വിജയം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ ഒരു തൂക്ക് സഭയൊക്കെ വന്നേക്കുമെന്നൊക്കെ പലരും ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ പാലായിലെ ട്രെൻഡ് ആദ്യം LDF-ന് അനുകൂലമാണ്. പാലായിൽ രണ്ടിടത്ത് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഷിനോജിനെ വിളിക്കണം. നോക്കൂ, 941 ഗ്രാമപഞ്ചായത്തിൽ 33 LDF-ഉം 27 UDF-ഉം എന്നുള്ളതാണ്. 33 പഞ്ചായത്തിൽ LDF ലീഡ് ചെയ്യുമ്പോൾ തൊട്ടുപിന്നിൽ 27 പഞ്ചായത്തിൽ UDF ലീഡ് ചെയ്യുകയാണ്. മുനിസിപ്പാലിറ്റികളിൽ 21 മുനിസിപ്പാലിറ്റികളിൽ LDF-ഉം 18 മുനിസിപ്പാലിറ്റികളിൽ UDF-ഉം ലീഡ് ചെയ്യുകയാണ്. കോർപ്പറേഷനിൽ നിലവിൽ 4 LDF-ഉം ഒരിടത്ത് പോലും UDF-ഉം ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. 4 LDF ലീഡ് ചെയ്യുന്നു. UDF തുടങ്ങിയിട്ടില്ല.